പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിന് പിന്നിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെയെന്ന് സൂചന. നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലുള്ള ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 107 ഗ്രാം സ്വർണം മോഷണം പോയതായാണ് പരാതി. ശ്രീകോവിലിൽ പൂശാനായി സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണമാണ് മോഷണം പോയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടായതെന്നാണ് നിഗമനം. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലത്ത് നിന്നാണ് സ്വർണം കാണാതായിരിക്കുന്നത്. ലോക്കറിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് സ്വർണം തൂക്കി നൽകുകയും തിരികെ വയ്ക്കുകയും ചെയ്യുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു. സ്ഥിരമായി നടത്തുന്ന ഓഡിറ്റിലാണ് സ്വർണം കുറവുണ്ടായിരിക്കുന്നത്. ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ എങ്ങനെ കുറവ് സംഭവിച്ചു എന്നതിലാണ് ദുരൂഹത. സ്വർണത്തിന്റെ ഓഡിറ്റിംഗിൽ വന്ന പിശകായിരിക്കാമെന്നും കരുതുന്നുണ്ട്. പോലീസ് എത്തി കൂടുതൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും നടത്തുന്നുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പുറത്തുമെല്ലാം CCTV ക്യാമറകളുമുണ്ട്. എന്നിട്ടും ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം കാണാതായത് ജീവനക്കാർക്ക് അറിവില്ലാത്ത കാര്യമാണോ എന്നതാണ് സംശയം. ക്ഷേത്രത്തിനുള്ളിലെ 6 നിലവറകളിലായി ആയിരക്കണക്കിന് കോടി വില വരുന്ന അമൂല്യ നിധിശേഖരമാണുള്ളത്. രാജാക്കന്മാരുടെ കാലത്ത് കാണിക്കയായും മറ്റും സമർപ്പിക്കപ്പെട്ട സ്വർണവും രത്നവുമൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 6 നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 2011 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒന്നൊഴികെയുള്ള അറകൾ തുറക്കുകയുണ്ടായി. 750 കിലോ സ്വർണ്ണ നാണയങ്ങൾ, ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, അമൂല്യ രത്നങ്ങൾ പതിപ്പിച്ച കിരീടം, രത്നം പൊതിഞ്ഞ ചതുർബാഹി അങ്കി, 1.5 അടിയിലേറെ വലിപ്പമുള്ള 1500 സ്വർണ്ണ കലശക്കുടങ്ങൾ, സ്വർണ്ണമണികൾ, ഇവ കൂടാതെ 42,000 വിശുദ്ധ വസ്തുക്കൾ തുടങ്ങി കോടികൾ വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും അടങ്ങുന്ന നിധിശേഖരമാണ് കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട അറ B നിലവറയാണ്. മറ്ററകളിൽ ഉള്ളതിനേക്കാൾ അമൂല്യമായ നിധിശേഖരം B നിലവറയിൽ ഒളിഞ്ഞിരിക്കുന്നു. B നിലവറയുടെ അമൂല്യ നിധിക്ക് കാവൽക്കാരായി നാഗങ്ങളുടെ ചൈതന്യമുണ്ടെന്നും ഈ നിലവറ തുറക്കാൻ പാടില്ലെന്നുമാണ് തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നത്. B നിലവറ തുറക്കാൻ പാടില്ലെന്നാണ് വിശ്വാസമെങ്കിലും അതിനു മുന്നിൽ അതിലേക്ക് നയിക്കുന്ന ഒരു അറയുണ്ട്. ഈ അറയിൽ വെള്ളിക്കട്ടികൾ, വെള്ളിക്കുടങ്ങൾ ഉൾപ്പെടെ പല അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട്. അതേസമയം 1931 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് ഈ അറ തുറന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു മോഷണം എന്ന് പറയുന്നത് അത് ക്ഷേത്ര ജീവനക്കാർ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഏതാണ്ടൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? CCTV ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അതായത് 2 സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസിനുണ്ടായിരുന്നത്. ഫോർട്ട് പോലീസാണ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയത്. അതായത് അതിലൊന്ന് ഓഡിറ്റിംഗിൽ സംഭവിച്ചിരിക്കുന്ന പിശകായിരിക്കാം. അതല്ല എങ്കിൽ കൃത്യമായി ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ കൃത്യമായ അറിവോടെ തന്നെ നടന്ന ഒരു മോഷണം. കാരണം അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ സദാ CCTV നിരീക്ഷണമുണ്ട്, പോലീസ് കാവലുണ്ട്. അതിനുള്ളിൽ ഭാരവാഹികളല്ലാതെ മറ്റാരും കയറാനോ ഇറങ്ങാനോ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ശ്രീകോവിലിൽ പൂശാനായി കരുതിയിരുന്ന 13.5, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, 13.5 ഭവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള ആഭരണമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു വ്യക്തത വന്നിട്ടുണ്ട്. പോലീസിന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വിശദമായ അന്വേഷണം ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയിലുള്ള SP-യുടെ നേതൃത്വത്തിൽ നടക്കുന്നതിന് പുറമെയാണ് ഫോർട്ട് പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയാണ് നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് വിശദമായി പരിശോധിക്കുകയാണ്. ഒരുപക്ഷെ വൈകാതെ തന്നെ ഏത് ക്ഷേത്ര ഭാരവാഹിയാണ്, ജീവനക്കാരനാണ് ഈ ഒരു മോഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിലടക്കം വ്യക്തത കൈവരുമെന്നാണ് കരുതപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 13 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് ഒരു കൃത്യത ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.